നമസ്കാരം. കത്തിയാളുന്ന വേനൽ ചൂടിനെ വകവയ്ക്കാതെ വേനൽ ചൂടിനേക്കാൾ കൂടുതൽ വർദ്ധിത വീര്യത്തോടു കൂടി തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പ് പ്രവർത്തകരും ഓരോ സംഘടനയും ജനങ്ങൾക്കിടയിലേക്ക് പ്രചരണ പരിപാടികളുമായി ഇറങ്ങിത്തിരിക്കുന്നത്. 140 മണ്ഡലങ്ങളിലും തങ്ങൾക്കായിരിക്കണം വിജയം, തങ്ങൾക്ക് ജയിക്കണം, തങ്ങൾക്ക് ഭരിക്കണം എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് പ്രബലരായ 3 മുന്നണികളും കേരളത്തിൽ പ്രചരണ പരിപാടികൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇക്കുറി പൊടിപാറും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കത്തിയാളുന്ന വേനൽ ചൂടിനേക്കാൾ ഉരുകിയൊലിക്കുന്ന തരത്തിലുള്ള തീഷ്ണതയാണ് രാഷ്ട്രീയ പ്രചരണ രംഗത്ത് ഓരോ മുന്നണികളും കാഴ്ചവയ്ക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ മണ്ഡലവും ഓരോ മുന്നണിക്ക് അഭിമാന പോരാട്ടം തന്നെയാണ്, അഭിമാന മണ്ഡലം തന്നെയാണ്. ഏതു വിധേനയും ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് 3.0 ആവർത്തിച്ച് തുടർ ഭരണം പിടിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ എന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും മുന്നോട്ട് ഏറെ ദൂരം പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ 10 വർഷത്തെ ദുർഭരണം കൊണ്ട് കേരളത്തെ കട്ടുമുടിച്ച പിണറായി വിജയന്റെ കയ്യിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്നും ഭരണം തിരിച്ചു പിടിക്കാനുള്ള ഓട്ടത്തിലാണ് UDF-ഉം വി ഡി സതീശനും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ. 2 മുന്നണികളും മാറി മാറി ഭരിച്ച് കേരളത്തെ കട്ടുമുടിച്ചതിൽ നിന്നും ഒരു മോചനം വേണം, ഒരു മാറ്റം ഇനിയും ആവശ്യമാണ്. കേരളത്തിൽ ഒരു ഭരണമാറ്റം കൂടിയേ തീരൂ എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി BJP-യും പോരിനിറങ്ങുമ്പോൾ അക്ഷരാർത്ഥത്തിൽ 2026 കേരളം അങ്കക്കളമായി മാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ മണ്ഡലത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ടെങ്കിലും ചില മണ്ഡലങ്ങളിലെല്ലാം മത്സരം അതീവ ഗംഭീരം തന്നെയാണ്. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന മണ്ഡലം CPM-നെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ മണ്ഡലമാണ്. പിണറായി വിജയന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നതുകൊണ്ട് ഇക്കുറി അവിടെ കടുത്ത മത്സരമൊന്നും പിണറായി വിജയൻ പ്രതീക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഏത് വിധേനയും പിണറായി വിജയനെ തോൽപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി UDF-ഉം അവിടെ രംഗത്തിറങ്ങുമ്പോൾ മത്സരം കടുത്തതായി തന്നെ മാറും എന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ബേപ്പൂർ മണ്ഡലം. ബേപ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസാണ് ബേപ്പൂരിൽ മത്സരിക്കുന്നത്. മുഹമ്മദ് റിയാസിന് ഏത് സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും അവിടെ താൻ തറപറ്റിക്കും എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് പിണറായി വിജയനും CPM-ന്റെ ക്യാമ്പിനും തീയിട്ടുകൊണ്ട് പിണറായി വിജയനോട് പിണങ്ങി പിരിഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പുറത്തു വന്ന നിലമ്പൂരിന്റെ മുൻ MLA ആയിരുന്ന PV അൻവർ മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂരിൽ മത്സരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ബേപ്പൂരും ഇക്കുറി കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലം തന്നെയാണ്. ബേപ്പൂരിൽ ആര് ജയിക്കും ആര് തോൽക്കും ഇഞ്ചിനിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലമായി ബേപ്പൂരും അറിയപ്പെടുന്നു. ഇതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെ നോർത്ത് പറവൂർ മണ്ഡലവും ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. വർദ്ധിത വീര്യത്തോടു കൂടിയുള്ള പോരാട്ടമാണ് വി ഡി സതീശൻ പറവൂരിൽ കാഴ്ചവെക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി വി ഡി സതീശൻ തന്നെയാണ് മണ്ഡലം കാത്തു സൂക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷവും വി ഡി സതീശനെ ഏതാണ്ട് 22,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് പറവൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നാൽ ഇക്കുറി SNDP NSS മുതലായ സംഘടനകളിൽ നിന്നും പ്രത്യക്ഷമായും പരോക്ഷമായും വി ഡി സതീശന് വെല്ലുവിളികൾ ഉയരുന്ന സാഹചര്യത്തിൽ CPI-യുടെ മണ്ഡലമായ പറവൂരിൽ വി ഡി സതീശനെ നേരിടുന്നതിന് വേണ്ടി കയ്പമംഗലത്തെ സ്ഥാനാർത്ഥിയായിരുന്ന CPI-യുടെ തലതൊട്ടപ്പൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ടൈസൺ മാസ്റ്റർ തന്നെയാണ് ഇപ്പോൾ പറവൂരിൽ നിയമസഭാ പോരാട്ടത്തിന് വി ഡി സതീശനെതിരെ CPI ഇറക്കിയിരിക്കുന്നത്. എന്നാൽ CPI-യുടെ സമന്നത നേതാവായ പന്ന്യൻ രവീന്ദ്രൻ തന്നെ പറവൂരിൽ വന്ന് മത്സരിച്ചിട്ടും വി ഡി സതീശൻ ജയിച്ചു കയറിയ അവസരമുണ്ടായിരുന്നു. അതുകൊണ്ട് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം പറവൂര് നിർണായകമായ അല്ലെങ്കിൽ ബാലികേറാമലയല്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതിനെല്ലാം ഉപരി CPM അവരുടെ ഗ്ലാമർ മണ്ഡലമായി അല്ലെങ്കിൽ അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലമായി കാണുന്നത് അമ്പലപ്പുഴ തന്നെയാണ്. CPM-ന്റെ ചുവന്ന കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആലപ്പുഴയിൽ CPM-ൽ നിന്നും 63 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് CPM സംസ്ഥാന സമിതിയിലെ 43 വർഷത്തെ അംഗത്വം വലിച്ചെറിഞ്ഞുകൊണ്ട് CPM-ന്റെ പുത്തൻകൂറ്റ് നേതാക്കളുടെ നയ വൈകല്യങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ നെറുകേടുകൾക്ക് താൻ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ പകരം ചോദിക്കും, താൻ അവർക്കെതിരെ മത്സരിക്കും, ഇതെന്റെ പാർലമെന്ററി മോഹമല്ല ഒരു പോരാട്ടം തന്നെയാണ് എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് അഴിമതിരഹിതനായ CPM നേതാവ് എന്ന് പേരുകേട്ട അഴിമതിരഹിതനായ CPM-ന്റെ മന്ത്രി എന്ന് പേരുകേട്ട 2 തവണ മന്ത്രിയായിരുന്ന 4 തവണ MLA ആയിരുന്ന CPM-ന്റെ കരുത്തുറ്റ നേതാവായിരുന്ന G സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ CPM-ന് അത്
അഭിമാന പോരാട്ടമായി മാറുന്നു. UDFന്റെ പിന്തുണയോടുകൂടി ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിക്കുമ്പോൾ CPMന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായി സലാം മത്സരിക്കുന്നു. കേരളത്തിലെ 140 മണ്ഡലങ്ങൾ പിടിച്ച് എടുത്താലും LDFന് ഭരണം കിട്ടിയാലും അമ്പലപ്പുഴ നഷ്ടമായാൽ ഒരു കാരണവശാലും അത് വിജയമായിരിക്കില്ല എന്നാണ് MV ഗോവിന്ദനും പിണറായി വിജയനും അടക്കമുള്ള CPM നേതാക്കൾ അണികളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 62,000 ശിഷ്ടം വോട്ടുകൾ CPMന് അമ്പലപ്പുഴ മണ്ഡലത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ജി സുധാകരന്റെ പ്രഭാവം കൊണ്ട് ചുരുങ്ങിയത് ഒരു 15,000 വോട്ടുകളെങ്കിലും ജി സുധാകരന് പിടിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ തീർച്ചയായും ജി സുധാകരൻ ജയിക്കും എന്ന കണക്കുകൂട്ടലോട് കൂടി തന്നെ കേരളത്തിലെ 140 മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടാൽ പോലും അമ്പലപ്പുഴ തിരിച്ചു പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ CPM ഇപ്പോൾ കച്ചകെട്ടി രംഗത്തിറക്കിയിരിക്കുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗമായ CS സുജാതയാണ് അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിലും 5 ജില്ലാ കമ്മിറ്റികളെ കൂടി ജി സുധാകരനെതിരെയുള്ള സലാമിന്റെ പോരാട്ടത്തിന് വേണ്ടി അമ്പലപ്പുഴയിൽ ഇറക്കിയിരിക്കുന്നു. ഏത് വിധേനയും അമ്പലപ്പുഴ തിരിച്ചു പിടിക്കണം എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും CPMന്റെയും ദൃഢപ്രതിജ്ഞ. ഒരു കാരണവശാലും ഒരു പാർട്ടി വോട്ട് പോലും സുധാകരന് ചോർന്നു പോകരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് CPM എണ്ണയിട്ട യന്ത്രം പോലെ അമ്പലപ്പുഴയിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇവിടെ ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത കൂടിയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ എന്ന BJPയുടെ ഗർജിക്കുന്ന സിംഹിണി അവിടെ മത്സരിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ അമ്പലപ്പുഴയിൽ നിന്ന് മാത്രം 37,000 വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ നേടിയത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 22,000 വോട്ടുകൾ അമ്പലപ്പുഴയിൽ നിന്ന് നേടാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ BJP കൃത്യമായി ഇത്തരം വോട്ടുകൾ പിടിക്കുകയും UDFന്റെ വോട്ടുകൾ കൃത്യമായി സുധാകരന് കിട്ടുകയും CPMന്റെ ചുരുങ്ങിയത് ഒരു 10,000 വോട്ടെങ്കിലും സുധാകരന്റെ പെട്ടിയിൽ അനുകൂലമായി വീണു കഴിഞ്ഞാൽ പിണറായി വിജയനും MV ഗോവിന്ദനും ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മറന്നേ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് തന്നെ ഒരു വോട്ട് പോലും CPMൽ നിന്ന് ചോരാതിരിക്കുവാൻ വേണ്ടി പിണറായി വിജയനും MV ഗോവിന്ദനും CPMന്റെ ബ്രാഞ്ച് തലം മുതൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വരെ, അതായത് ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ അമ്പലപ്പുഴയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല. അമ്പലപ്പുഴയിൽ തനിക്ക് കൃത്യമായി ജയിച്ചു കയറാനുള്ള സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ജി സുധാകരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൊടിപാറുന്ന തീപാറുന്ന മത്സരമായി അമ്പലപ്പുഴ മാറും. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും നടക്കുന്ന മത്സരങ്ങളിൽ നോർത്ത് പറവൂരോ, അതായത് പ്രതിപക്ഷ നേതാവായ VD സതീശൻ മത്സരിക്കുന്ന നോർത്ത് പറവൂരോ, കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി മത്സരിക്കുന്ന ധർമ്മടമോ, മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന ബേപ്പൂരോ ഒന്നും ആയിരിക്കില്ല ഇക്കുറി കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലം. ജി സുധാകരൻ മത്സരിക്കുന്ന അമ്പലപ്പുഴ തന്നെയായിരിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ജി സുധാകരൻ ഇഫക്റ്റ് അമ്പലപ്പുഴ മണ്ഡലത്തിൽ മാത്രമായിരിക്കില്ല, കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും CPMനെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ, CPMനെ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ സുധാകരൻ എഫക്റ്റ് ബാധിക്കും എന്ന് തന്നെ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. എന്തായാലും അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനും CPM വിരളി പിടിച്ചിരിക്കുന്നു. ആരാണ് അമ്പലപ്പുഴയിൽ പോരാടുന്നത്, ആരാണ് നേടുന്നത് എന്നുള്ളത് കണ്ടറിയാം. ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ജി സുധാകരൻ CPMന് കനത്ത വെല്ലുവിളി തീർത്തിരിക്കുന്നു. അമ്പലപ്പുഴയിൽ ഇനി എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഇനിയും പ്രവചിക്കാൻ സാധിക്കില്ല. തെരഞ്ഞെടുപ്പാണ്, അവസാന നിമിഷം ഏതു വിധേനയും വോട്ടുകൾ മാറിമറിയാം. ഏതെങ്കിലുമൊക്കെ കക്ഷികൾ സ്വാധീനിക്കപ്പെടാം. വോട്ടുകൾ ഒരുപക്ഷെ വേറെ പെട്ടികൾ മാറി വീഴാൻ സാധ്യതയുണ്ട്. അതാണ് രാഷ്ട്രീയത്തിന്റെ പൊതു സ്വഭാവം. എങ്കിലും താൻ ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നു. ജയിക്കാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. തനിക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടും എന്ന് ജി സുധാകരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയുണ്ടായി.